അതിൽ വേദനാജനകമായ ഒരുപാട് സംഗതികളുണ്ട്. ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞത്, എനിക്ക് ടോക്കിയോ നഗരത്തിലൂടെ സാരി ഉടുത്ത് നടക്കണം, അതിന് കൂടെ ഒരാൾ വേണം, അത് നിങ്ങൾ വരണമെന്നാണ്. അതായത് ജീവിതത്തിൽ ഒരു കൂടെ ആളുണ്ട് എന്നൊരു തോന്നൽ ആ സ്ത്രീക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ സ്വയം പണം ചെലവഴിക്കാൻ, എന്നിട്ട് ഇയാളെ വിളിച്ചു വരുത്താൻ. അങ്ങനെ അവർ ടോക്കിയോ നഗരത്തിലൂടെ നടന്നു എന്നാണ്. രണ്ടാമത്തെ ആള് വയസ്സായിട്ടുണ്ട്, അയാളൊരു യാത്ര പോവുകയാണ്, അയാൾ തിരിച്ചു വരാത്ത ഒരു യാത്ര, തിരിച്ചു വരുമെന്ന് ഒരുറപ്പുമില്ലാത്ത ഒരു യാത്ര. ആ സമയത്ത് അയാൾ പറഞ്ഞത്, പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്കൊരു വേവ് ചെയ്യാൻ, ഒരു ടാറ്റ തരാൻ എനിക്കൊരാൾ വേണം എന്നതാണ്. ഇവിടെ അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ജീവിതത്തിൽ അയാൾക്ക് യാത്ര പറഞ്ഞേക്കാൻ, അയാളെ യാത്ര പറഞ്ഞ് വിടാൻ ആരുമില്ല എന്നൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരൊറ്റപ്പെടൽ എവിടെയൊക്കെയോ ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒറ്റക്കല്ല എന്ന് സ്വയം തോന്നാൻ വേണ്ടി അയാൾ തന്നെ പണം കൊടുത്ത ഒരാളെ വിളിച്ചു വരുത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് എങ്കിൽ കൂടി ഇവിടെ നമുക്ക് ഓർക്കാൻ പറ്റും, ഒരു മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയൂല എന്നതാണ്.